വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. കിരൺ റിജിജുവാണ് ബില്ല് അവതരണം നടത്തുന്നത്. ബില്ല് അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രതിപക്ഷം. അതിനിടെ മുനമ്പം വിഷയം പരാമർശിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു 600 ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തിരുന്നു. ഈ ബില്ല് പാസ്സായാൽ അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നും കിരൺ റിജിജു പറഞ്ഞു. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ബില്ല് അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അതേസമയം തന്നെ ഈ കിരൺ റിജിജു മുനമ്പം വിഷയവും പരാമർശിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സമഗ്ര വിവരങ്ങൾ? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ വെച്ചത്. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ആണ് ഈ ബില്ല് അവതരിപ്പിക്കുകയും പിന്നീട് ഈ ബില്ലിന്മേൽ ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയത് ഇത് മുസ്ലിം വിഭാഗത്തിന് എതിരെയുള്ള ഒരു ബില്ലല്ല, അവർക്ക് വേണ്ടിയുള്ള, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബില്ലാണെന്നുള്ളൊരു അവകാശവാദമാണ് ഉന്നയിച്ചത്. ഈ ബില്ലിന്മേൽ പ്രതിപക്ഷം നടത്തുന്നത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ്. അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ആരുടെയും സ്വത്തുക്കൾ കൊണ്ടുപോകുന്ന ഒരു ബില്ലല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാത്രമല്ല, ഈ വഖഫ് സ്വത്തുക്കളുടെ ഒരു നിയന്ത്രണമാണ് ഈ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മറ്റു മുനമ്പം വിഷയവും അദ്ദേഹം പരാമർശിച്ചു. അതിൽ പ്രധാനമായും പറഞ്ഞത് 600ഓളം കുടുംബങ്ങൾക്ക് ആ ഭൂമി നഷ്ടപ്പെടില്ല ഈ വഖഫ് ഭേദഗതി ബിൽ വരുന്നതോടെ. അതുകൂടി അവർക്ക് അവരുടെ ഭൂമിക്ക് സുരക്ഷിതത്വം ലഭിക്കുമെന്നും ഒരു അവകാശവാദം കൂടി ഈ ഇത്തരത്തിൽ കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും എല്ലാ നിലയും ചർച്ചകൾ ഏകദേശം 2-3 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത് ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണ്, ഇത് ന്യൂനപക്ഷത്തിനെതിരായുള്ള ഒരു കടന്നാക്രമണമാണ്. മാത്രമല്ല, അവരുടെ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നും ഇത് മറ്റു രീതിയിലേക്ക് എല്ലാ നിലയും നാളെ മറ്റു സമുദായങ്ങളിലേക്കും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കൂടാതെ ഇത് കൃത്യമായ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ ഒരു നടപടിക്രമം പൂർത്തിയാക്കിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന വലിയ പ്രതിഷേധം ഉയർത്തി. ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക്പോരുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അമിത്ഷാ അടക്കം ഈ ഒരു ബില്ലാണ്, ഈ ബില്ലിൽ ക്രമപ്രശ്നങ്ങളില്ല എന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും കോൺഗ്രസിന്റെ കമ്മിറ്റി പോലെല്ലാം സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.